ഹലോ എവ്രി വൺ, വെൽക്കം ടു എജു പ്ലസ്. നമ്മൾ ഇന്ന് നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സൈക്കോളജി BEdൻ്റെ സൈക്കോളജി സെക്കൻഡ് സെമ്മിലെ ഫസ്റ്റ് യൂണിറ്റ് ഒരു റിവിഷൻ പോലെ ചെയ്യാമെന്നാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പെട്ടെന്ന് എല്ലാ പോയിൻറ്സും ഒന്ന് പെട്ടെന്ന് പറഞ്ഞു പോവാം. എക്സാമിനൊക്കെ കുറച്ചും കൂടി ഹെൽപ്ഫുൾ ആവുന്ന രീതിയിൽ എക്സാമിന് മുന്നോടിയായിട്ട് നമുക്കൊന്ന് പെട്ടെന്നൊന്ന് ഒരുങ്ങാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുള്ള വീഡിയോ ആണിത്. അപ്പോൾ ഒന്നാമത്തെ യൂണിറ്റ് ഏതാണ്? ലേണിംഗ് എ കൺസെപ്ച്വൽ ഫ്രെയിംവർക്ക് എന്നുള്ളതാണ് ഒന്നാമത്തെ യൂണിറ്റ് വരുന്നത്. അതിലാദ്യം നമുക്ക് പറയാനുള്ളത് എന്താണ് ലേണിംഗ്, അതിൻ്റെ ഡെഫിനിഷൻ. ചെറിയൊരു യൂണിറ്റാണ് ലേണിംഗ്, ഡെഫിനിഷൻ, മെച്ചുറേഷൻ ആൻഡ് ലേണിംഗ്, പിന്നെ അതിൻ്റെ വേരിയബിൾസ്, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ലേണിംഗ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ അതിൽ പഠിക്കാനുള്ളൂ. വളരെ ചെറിയ യൂണിറ്റാണ്. അപ്പോൾ ആദ്യം പറയുന്നത് എന്താണ് ലേണിംഗ് എന്താണെന്ന് പറയുന്നത്? ലേണിംഗ് ഈസ് ദ മോഡിഫിക്കേഷൻ ഓഫ് ബിഹേവിയർ ഫോർ ദ അറ്റൈൻമെൻറ്റ് ഓഫ് സ്പെസിഫിക് ഗോൾസ്. ഇറ്റ് ഈസ് ദ പ്രോസസ് ബൈ വിച്ച് ദ ഓർഗാനിസം ആസ് എ റിസൾട്ട് ഓഫ് ഇറ്റ്സ് ഇൻട്രാക്ഷൻ ഇൻ എ സിറ്റുവേഷൻ acquires a new mode of behavior which tends to persist and affect the general behavior pattern of the organism to some degree. നമ്മൾ സാധാരണ ഗതിയിൽ പറയണ മാതിരി തന്നെ ബിഹേവിയർ മോഡിഫിക്കേഷനാണ് ലേണിംഗ്. അതിൻ്റെ വല്ലാണ്ട് ആലോചിക്കാനൊന്നുമില്ല. ഒരു സ്വഭാവത്തിൽ ഉണ്ടാകുന്ന വ്യത്യാസമാണ്. നമ്മളൊരു പ്രത്യേക ഒരു സിറ്റുവേഷനിലോ അല്ലെങ്കിൽ ഒരു ചില ആൾക്കാരൊക്കെ ആയിട്ട് ഇൻട്രാക്ട് ചെയ്തിട്ടോ അങ്ങനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുകയാണ്, നമ്മുടെ ബിഹേവിയറിൽ പല സാഹചര്യത്തിൽ കൂടെ, നമ്മൾ പല സന്ദർഭത്തിൽ കൂടെ, പല ആൾക്കാരിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ബിഹേവിയർ മോഡിഫിക്കേഷനെയാണ് ലേണിംഗ് എന്ന് പറയുന്നത്. ഇനി അടുത്ത് പറയുന്നത് ഡെഫിനിഷനാണ്. ഇതിൽ ഒരൊറ്റ ഡെഫിനിഷനെയാണ് ഇൻക്ലൂഡഡ് ആക്കിയിട്ടുള്ളൂ. ഒരു ക്വിക്ക് റിവിഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിച്ചുകൊണ്ട് സിമ്പിളായിട്ടുള്ള ഡെഫിനിഷൻ മാത്രമേ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. ഷ്വൽ പറഞ്ഞിട്ടുള്ള ഡെഫിനിഷനാണ് ലേണിംഗ് ഈസ് എൻ എൻഡ്യൂറിംഗ് ചേഞ്ച് ഇൻ ബിഹേവിയർ ഓർ ദ കപ്പാസിറ്റി ടു behave in a given fashion which results from practice or other forms of experience. നമ്മുടെ പ്രാക്ടീസിലൂടെ അല്ലെങ്കിൽ എക്സ്പീരിയൻസിലൂടെയൊക്കെ ഒരു ഇൻഡിവിജ്വലിൽ ഒരു പ്രത്യേക രീതിയിൽ അവരുടെ ബിഹേവിയർ മാറ്റാൻ വേണ്ടിയിട്ടൊക്കെ സഹായിക്കുന്നതിനെയാണ് ലേണിംഗ് എന്ന് പറയുന്നത്. അക്കോർഡിംഗ്ലി ഷ്വൽ അത് നേരത്തെ പറഞ്ഞ മാതിരി തന്നെ, കൺസെപ്റ്റ് പറഞ്ഞ മാതിരി തന്നെ, നമ്മൾ അനുഭവത്തിലൂടെ അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന പ്രാക്ടീസിലൂടെയൊക്കെ നമ്മുടെ ബിഹേവിയറിൽ ഉണ്ടാകുന്ന ഒരു മോഡിഫിക്കേഷനാണ് ലേണിംഗ് എന്നാണ് ഈ ഡെഫിനേഷനും പറയുന്നത്. അടുത്തത് അതിൻ്റെ നേച്ചറാണ് പറയാനുള്ളത്. ലേണിംഗ് ഇൻവോൾവ്സ് ഓൾ ദോസ് എക്സ്പീരിയൻസസ് ആൻഡ് ട്രെയിനിങ് ഓഫ് എൻ ഇൻഡിവിജ്വൽ വിച്ച് ഹെൽപ്പ് ഹിം ടു പ്രൊഡ്യൂസ് ചേഞ്ചസ് ഇൻ ഹിസ് ബിഹേവിയർ. ഒരു ആളുടെ ബിഹേവിയറിൽ വ്യത്യാസങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ എക്സ്പീരിയൻസസുകളെയും ട്രെയിനിങ്ങുകളെയൊക്കെയാണ് ലേണിംഗ് എന്ന് പറയുന്നത്. Learning is a process of progressive adjustment and adaptation to ever-changing physical as well as social environment. Learning എന്ന് പറയുന്നത് എന്താണ്? ഫിസിക്കലായാലും നമ്മൾ കാണുന്ന സ്ഥലങ്ങളും സാഹചര്യങ്ങളൊക്കെ മാറില്ല. ഫിസിക്കലായാലും അതേമാതിരി സോഷ്യലായിട്ടുള്ള എൻവയോൺമെൻറ്റിലൊക്കെ മാറ്റം വരുമ്പോഴൊക്കെ നമ്മൾ അതിൽ അഡ്ജസ്റ്റ് ചെയ്യാനും അഡാപ്റ്റ് ചെയ്യാനും, പ്രോഗ്രസീവ്ലി അഡ്ജസ്റ്റ് ചെയ്യാനും അഡാപ്റ്റ് ചെയ്യാനൊക്കെ സഹായിക്കുന്ന ഒന്നാണ് ലേണിംഗ് എന്നാണ് പറയുന്നത്. ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് ലൈഫ് ലോങ് പ്രോസസ്സ്. ഫ്രം ബർത്ത് ടു ഡെത്ത് നടക്കുന്ന ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രോസസ്സാണ് ലേണിംഗ്. ഇറ്റ് ഈസ് ദ അക്വിസിഷൻ ഓഫ് ഹാബിറ്റ്സ്, നോളജ് ആൻഡ് ആറ്റിറ്റ്യൂഡ്സ്. അത് ലേണിംഗ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ നോളജുകൾ, ആറ്റിറ്റ്യൂഡുകൾ, ഹാബിറ്റുകൾ, ശീലങ്ങളും അറിവുകളും ഒക്കെ മനോഭാവങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നതിനെയാണ് ലേണിംഗ് എന്ന് പറയുന്നത്. ലേണിംഗ് ഈസ് എ പ്രോസസ് ഓഫ് ഡെവലപ്മെൻറ്റ്, വളർച്ചയുടെ ഒരു ഡെവലപ്മെൻറ്റിൻ്റെ ഒരു പ്രോസസ്സാണ് ലേണിംഗ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ബോത്ത് ഫോർമൽ ആൻഡ് ഇൻഫോർമൽ പ്രോസസ്സ്. ഫോർമലായിട്ട് നമ്മൾ സ്കൂളിലൊക്കെ പോയി പഠിക്കുക, സ്കൂളിലോ കോളേജിലൊക്കെ പോയി ഒരു ടെക്സ്റ്റ് ബുക്കോ അല്ലെങ്കിൽ ഒരു സിലബസ് കരിക്കുലമൊക്കെ വെച്ച് അങ്ങനെ പഠിക്കുന്നതുണ്ട് ലേണിംഗ്. അതല്ലാണ്ട് നമ്മൾക്ക് സാഹചര്യങ്ങളിൽ നിന്ന്, നമ്മുടെ ഡെയിലി ലൈഫിൽ നിന്ന്, നമ്മൾ കടന്നു പോകുന്ന സിറ്റുവേഷൻസിൽ നിന്നൊക്കെ കിട്ടുന്ന കാര്യങ്ങളും ലേണിംഗ് തന്നെയാണ്. ഇൻഫോർമലായിട്ട് നമുക്ക് ലേണിംഗ് നടത്താം എന്നാണ് പറയുന്നത്. ലേണിംഗ് ഈസ് അഡ്ജസ്റ്റ്മെൻറ്റ്. ലേണിംഗ് റിക്വയർസ് മെച്ചുറേഷൻ ആസ് എ പ്രീ റിക്വസിറ്റ്. ലേണിംഗ് എന്ന് പറയുന്നത് ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. നേരത്തെ നമ്മൾ പറഞ്ഞ മാതിരി തന്നെ നമ്മുടെ ഫിസിക്കലായിട്ടുള്ള, സോഷ്യലായിട്ടുള്ള, അതേപോലെ ഇമോഷണലായിട്ടൊക്കെ ഉള്ള നമ്മൾ ഒരു സാഹചര്യം മാറുന്നതിനനുസരിച്ചിട്ട് നമ്മൾ അവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പഠിക്കുക. ഇപ്പോൾ തന്നെ നമ്മളൊരു പുതിയ കോഴ്സ് പഠിക്കാൻ വരുമ്പോൾ ഒരു ആർട്സ് കോളേജിൽ നിന്ന് വന്നതിൽ വ്യത്യാസമായിട്ടുള്ള ഒരു സാഹചര്യം ആയിരിക്കും ഒരു BEd കോളേജ്, ഒരു പ്രൊഫഷണൽ കോളേജിൽ വരുമ്പോണ്ടാവും. അപ്പോൾ അവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പഠിക്കുന്നത് ഒരു ലേണിംഗ് ആണ്. അതേപോലെ മെച്ചുറേഷൻ എന്ന് പറയുന്നത് ഈ ലേണിങ്ങിന് ഒരു പ്രീ റിക്വസൈറ്റ് ആണ്. പ്രത്യേകം ഓരോന്ന് പഠിക്കാനും നമ്മൾ ഓരോ ലെവൽ ഓഫ് മെച്ചുറേഷൻ എത്തിയിട്ടുണ്ടാവണം എന്നാണ് പറയുന്നത്. ഓൾ ലേണിംഗ് ഈസ് ഗോൾ ഓറിയൻറ്റഡ്. ഇറ്റ് ഈസ് ദ ഗോൾ വിച്ച് മോട്ടിവേറ്റ്സ് ദ ലേണർ ടു ലേൺ. എല്ലാ ലേണിങ്ങും ഗോൾ ഓറിയൻറ്റഡ് ആണ്. ആ ഗോളാണ് ഒരു ലേണറിനെ പഠിക്കാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുന്നത് എന്നാണ് പറയുന്നത്. അടുത്തത് അതിൻ്റെ
ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്ന് മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ. ലേണിംഗ് ആസ് അഡ്ജസ്റ്റ്മെൻറ്റ്, ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്. ലേണിംഗ് ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. പുതിയ സാഹചര്യങ്ങളായിട്ട്, പുതിയ ആൾക്കാരായിട്ട്, സന്ദർഭങ്ങളായിട്ട്, അതിന് നമ്മൾ മുന്നിൽ വരുന്ന എല്ലാതും ആസ് യൂഷ്വൽ ആയിട്ടുള്ളതിൽ നിന്ന് എന്ത് വ്യത്യാസം വന്നാലും അതിനോടൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പഠിക്കുന്നത് ഒരു ലേണിംഗ് ആണ്. ലേണിംഗ് ആസ് ഇംപ്രൂവ്മെൻ്റ് ആണ്. ലേണിംഗ് ഒരു ഇംപ്രൂവ്മെൻ്റ് ആണ്. എന്ത് പുതിയ കാര്യം പഠിച്ചാലും, ഇപ്പോൾ നിങ്ങൾ സൈക്കോളജി പഠിക്കുന്നുണ്ട്, ആദ്യമായിട്ട് പഠിക്കുകയായിരിക്കും ചിലപ്പോൾ, അതിൽ നിങ്ങൾക്ക് ഒരു ഇംപ്രൂവ്മെൻ്റ് ഉണ്ടാവും. പിന്നെ ഒരു ക്ലാസ്സിലേക്ക് പോകുമ്പോൾ, നിങ്ങൾ ഒരു ക്ലാസ് റൂം സിറ്റുവേഷനിൽ പോകുമ്പോൾ ഈ പഠിച്ചതിൻ്റെയൊക്കെ ഒരു ഇൻഫ്ലുവൻസ് അതിലുണ്ടാവും. അപ്പോൾ ഒരു ലേണിംഗ് എന്ന് പറയുന്നത് ഒരു ഇംപ്രൂവ്മെൻ്റ് ആണ്. ലേണിംഗ് ആസ് ഡെവലപ്മെൻ്റ് ആണ്. എന്ത് കാര്യം പഠിച്ചു കഴിഞ്ഞാലും അത് നമുക്കൊരു ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കും. നമ്മൾ എന്ത് തന്നെ പഠിച്ചാലും, ഇപ്പോൾ നമ്മൾ സൈക്കോളജി പഠിക്കുകയായാലും ബി എഡിൻ്റെ ഈ പ്രൊഫഷണൽ കോഴ്സ് പഠിക്കുമ്പോൾ സാധാരണ നമ്മൾ ട്യൂഷനൊക്കെ എടുത്തിട്ടുണ്ടാവും, ബി എഡ് ഒന്നും പഠിക്കാണ്ടൊക്കെ ആയിരിക്കും എടുത്തിട്ടുണ്ടാവുക. പക്ഷേ അതിനേക്കാൾ വ്യത്യാസമായിട്ട് നമ്മളിങ്ങനെ ഒരു കോഴ്സ് പഠിച്ചിട്ട് പിന്നെ ക്ലാസ് എടുക്കുമ്പോൾ അതിലൊരു ഡെവലപ്മെൻറ്റ് ഉണ്ടാവും. അതേപോലെ ലേണിംഗ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഡെവലപ്മെൻ്റ് ആണ്. ലേണിംഗ് ആൻഡ് ബിഹേവിയർ ചേഞ്ചസ്. ലേണിംഗ് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ബിഹേവിയറിൽ ചേഞ്ചസ് കൊണ്ടുവരുന്നുണ്ട്. ഒരു പുതിയ കാര്യം പഠിക്കുമ്പോൾ നമ്മൾ 1ാം ക്ലാസ്സിലോ 2ാം ക്ലാസ്സിലോ അല്ലെങ്കിൽ 10ാം ക്ലാസ്സിലോ വിചാരിച്ച മാതിരിയല്ല നമ്മളിപ്പോൾ ഒരു ഡിഗ്രിയും കഴിഞ്ഞ് ഒരു അടുത്തൊരു കോഴ്സായിട്ടുള്ള ഒരു പ്രൊഫഷണൽ കോഴ്സൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ചിന്തകൾക്ക് വ്യത്യാസം ഉണ്ടാവും, നമ്മുടെ ബിഹേവിയറിൽ, നമ്മളെല്ലാ പെരുമാറ്റത്തിലൊക്കെ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ നമുക്ക് ലേണിംഗ് എന്ന് പറയുന്നത് വെദർ ഇറ്റ് ഈസ് ഫോർമൽ ഓർ ഇൻഫോർമൽ, ഫോർമൽ ആയാലും ഇൻഫോർമൽ ആയാലും എന്താണ്? ബിഹേവിയറിൽ ചേഞ്ചസ് കൊണ്ടുവരും. ലേണിംഗ് ആൻഡ് പെർഫോമൻസ്. ലേണിംഗ് എന്ന് പറയുന്നത് നമ്മുടെ പെർഫോമൻസിനെ ബാധിക്കും. നമ്മളൊരു കാര്യം പഠിച്ച് ചെയ്യുന്നതും പഠിക്കാതെ ചെയ്യുന്നതും തമ്മിൽ വ്യത്യാസം ഉണ്ടല്ലോ, നമ്മുടെ പെർഫോമൻസിനെ ബാധിക്കും. ലേണിംഗ് ഈസ് പർപ്പസ്ഫുൾ. ലേണിംഗ് എന്ന് പറയുന്നത് പർപ്പസ്ഫുൾ ആണ്. നമ്മളൊരു കാര്യം ഉദ്ദേശിച്ചിട്ടാണ് എന്തെങ്കിലും പഠിക്കുക. അപ്പോൾ ഞാൻ തന്നെ യൂട്യൂബിൽ വീഡിയോ ഇടാൻ പഠിക്കുന്നത് എൻ്റെ കുട്ടികൾക്ക് ക്ലാസ് എടുക്കണം എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ്. അപ്പോൾ നമ്മളൊരു കാര്യം ചെയ്യുന്നത് എന്താണ്? അതിന് എന്തെങ്കിലുമൊക്കെ ഒരു പഠിച്ചെടുക്കുന്നത് നമ്മളൊരു കാര്യം എന്തെങ്കിലും ഒരു ഉദ്ദേശത്തോടെ ആയിരിക്കും. ലേണിംഗ് ആൻഡ് എഡ്യൂക്കേഷൻ നമ്മൾ പറഞ്ഞു, ഫോർമൽ മീൻസിൽ ലേണിങ്ങിനെ പറയുന്നതാണ് ഈ ലേണിംഗ് ആൻഡ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. സ്കൂളിൽ പോവുക, കരിക്കുലം വയ്ക്കുക, സിലബസ് വയ്ക്കുക, അങ്ങനെ ലേണിങ്ങും എഡ്യൂക്കേഷനും തമ്മിൽ വളരെ ഇൻ്റർലിങ്ക്ഡ് ആണ്. ഈ എഡ്യൂക്കേഷനിൽ ലേണിംഗ് ഇല്ലാണ്ട് ഒന്നും നടക്കില്ല. നമ്മൾ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ പഠിക്കാനാണ് പോണത്, അതേപോലെ കോളേജിൽ പോയാലും പഠിക്കണം. അപ്പോൾ ലേണിംഗ് എഡ്യൂക്കേഷനൊക്കെ ഇൻ്റർലിങ്ക്ഡ് ആണ്. ലേണിംഗ് ടേക്സ് പ്ലേസ് ത്രൂ എക്സ്പീരിയൻസ്. എക്സ്പീരിയൻസിൽ കൂടെ നമുക്ക് ലേണിംഗ് ഉണ്ടാവുന്നു എന്നാണ് പറയുന്നത്. നമ്മുടെ അനുഭവത്തിൽ കൂടെ നമ്മൾ പഠിക്കുന്ന കാര്യം. ലേണിംഗ് ഹാസ് എ വൈഡ് സ്കോപ്പ്. ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്നൊക്കെ മനസ്സിലാക്കാം നമുക്ക് ലേണിങ്ങിന് ഒരു വൈഡ് സ്കോപ്പാണ്. ഫോർമലായിട്ടായാലും ഇൻഫോർമലായിട്ടായാലും ലേണിങ്ങിനൊരു നല്ല സ്കോപ്പ് ഉണ്ട്. ലേണിംഗ് ഹാസ് സോഷ്യൽ ഓറിയൻറ്റേഷൻ. സോഷ്യൽ ഓറിയൻറ്റേഷൻ ഉണ്ട് ലേണിങ്ങിന്. നമ്മളിപ്പോൾ സോഷ്യലൈസ് ചെയ്യാൻ പഠിക്കുന്നതോ അതൊക്കെ ഒരു ലേണിംഗ് ആണ്. പുതിയൊരു സാഹചര്യത്തിൽ, പുതിയൊരു സൊസൈറ്റിയിൽ, നമ്മൾ ജനിച്ച് വളർന്ന സൊസൈറ്റിയിൽ നിന്ന് മാറി പുതിയൊരു സ്ഥലത്ത് എത്തിപ്പെടുമ്പോൾ എങ്ങനെ വേണം, അവിടുത്തെ എങ്ങനെ ഇൻട്രാക്ട് ചെയ്യണം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പഠിപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ലേണിങ്ങിനൊരു സോഷ്യൽ ഓറിയൻറ്റേഷൻ ഉണ്ട്. ലേണിംഗ് കണ്ടിന്യൂസ് ആണ്. നമ്മൾ ഓൾറെഡി മെൻഷൻ ചെയ്ത മാതിരി തന്നെ ബർത്ത് ടു ഡെത്ത് നടക്കുന്ന ഒരു ലൈഫ് ലോങ് പ്രോസസ്സാണ് ലേണിംഗ്. അടുത്തത് മെച്ചുറേഷൻ എന്താണെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. The term maturation refers to the natural unfolding of inherited tendencies. It is the process of becoming mature or full growth. The development of a person as a function of time or age is called maturation. സമയം പോകുന്നതിനനുസരിച്ചിട്ട് അല്ലെങ്കിൽ പ്രായം കൂടുന്നതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ നാച്ചുറലി ആയിട്ടുള്ള ഇൻഹെറിറ്റഡ് ആയിട്ടുള്ള ടെൻഡൻസീസ് ഒക്കെ പുറത്തേക്ക് വരിക, പക്വത ഉണ്ടാവുക എന്ന് പറയുന്നതാണ് മെച്ചുറേഷൻ. നമ്മൾ ഓരോ കാര്യത്തിൽ, ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മൾ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു കാര്യത്തിനെ നോക്കി കണ്ടിരുന്ന അതേ വേ ഓഫ് തിങ്കിങ് ആവില്ല, സെയിം സിറ്റുവേഷൻ നമ്മൾ ഇപ്പോൾ നോക്കി കാണുക. അപ്പോൾ നമുക്ക് എന്താണ്? നമുക്കൊരു പക്വത വന്നു, പ്രായത്തിനനുസരിച്ച് നമുക്കൊരു പക്വത വരികയാണ്, നമ്മുടെ ചിന്തകളൊക്കെ മാറും. അതിനെയാണ് ഈ മെച്ചുറേഷൻ എന്ന് പറയുന്നത്. അതിനൊരു ഡെഫിനിഷൻ പറഞ്ഞിട്ടുണ്ട്. വൂൾഫോക്കിൻ്റെ ഡെഫിനിഷനാണ് മെച്ചുറേഷൻ ആസ് ജെനറ്റിക്കലി പ്രോഗ്രാംഡ് നാച്ചുറലി ഒക്കറിങ് ചേഞ്ചസ് ഓവർ ടൈം. ജെനറ്റിക്കലി പ്രോഗ്രാംഡ് ആണ്. ഓരോരുത്തരുടെയും ഉള്ളിലുള്ള ജീൻസിനനുസരിച്ചിട്ടാണ് അവർക്ക് പക്വത വരുന്നത്. ചിലർക്ക് നമ്മളിപ്പോൾ ചില കുട്ടികളൊക്കെ കാണുമ്പോൾ പറയും പ്രായത്തിൽ കവിഞ്ഞ പക്വത ഉണ്ടെന്ന്. അത് ഓരോരുത്തരുടെ ജീൻസിനനുസരിച്ച്, ചിലർക്ക് പ്രായത്തിനൊത്തുള്ള പക്വത ഉണ്ടാവില്ല. നമ്മൾ ഇങ്ങനെ ഒരു സോഷ്യൽ നോമാണ്, നമ്മൾ സൊസൈറ്റി കൺസ്ട്രക്ട് ചെയ്യണതാണ് ഈ പ്രായത്തിനനുസരിച്ചിട്ടുള്ളതും ഇല്ലാത്തതും ഒക്കെ. എന്നാലും നമ്മൾ അതൊക്കെ ഓരോരുത്തർക്കും ഓരോ മാതിരിയാണ്. അവരുടെ മെച്ചുറേഷൻ ഓരോ പ്രായത്തിലും, ഇപ്പോൾ 10 വയസ്സിലായാലും 20 വയസ്സിലായാലും നമ്മൾ കരുതുന്ന ഒരു മെച്ചുറേഷൻ എന്ന് പറയുന്നത് ജെനറ്റിക്കലി വരുന്നതാണ് ഓരോരുത്തർക്കും. അതേപോലെ നാച്ചുറലി ഒക്കറിങ് ആണ്. നമ്മളിതിനായിട്ടൊന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, സ്വാഭാവികമായിട്ട് ആ പക്വത വന്നു ചേരുന്നതാണെന്നാണ് ഈ ഡെഫിനിഷനിൽ പറയുന്നത്. അടുത്തത് ലേണിംഗ് എന്ന് പറയുന്നത് മെച്ചുറേഷൻ്റെ ഒരു ഫങ്ഷൻ ആയിട്ടാണ് പറയുന്നത്. ലേണിംഗ് നടക്കുന്നത് നമ്മൾ മെച്ചുറേഷൻ പക്വത എത്തിക്കഴിഞ്ഞിട്ട് പഠിക്കുമ്പോൾ, ഒരു കാര്യം പഠിക്കേണ്ട ഇതിൻ്റെ പക്വത എത്തിക്കഴിഞ്ഞിട്ട് പഠിക്കുമ്പോൾ നമുക്ക് എന്തായിരിക്കും? ആ പഠനം എന്ന് പറയുന്നത് ഒപ്റ്റിമം ആയിരിക്കും എന്നാണ് പറയുന്നത്. അതേപോലെ എൻവയോൺമെൻറ്റ് ഫാക്ടേഴ്സൊക്കെ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആകുമ്പോഴാണ് നമുക്ക് മെച്ചുറേഷൻ കൃത്യമായിട്ട് നടക്കുക എന്ന് പറയുന്നത്. നമ്മുടെ ചുറ്റുപാടും കൃത്യമായിട്ട് നല്ല അപ്രോപ്രിയേറ്റ് ആണെന്നുണ്ടെങ്കിലാണ് നമ്മൾ കൈവരിക്കുന്ന പക്വത. നമ്മൾ
എപ്പോഴും കുറച്ച് പക്വത കുറവായിട്ടുള്ള ആൾക്കാരുടെ കൂടെയാണെങ്കിൽ നമുക്കും ആ ലെവലിൽ വരുള്ളൂ. നല്ല പക്വതയുള്ള കൂട്ടത്തിൽ, നല്ല അങ്ങനെയുള്ള മെച്യൂർഡ് ആയിട്ടുള്ള ആൾക്കാരുടെ കൂട്ടത്തിൽ നമ്മൾ സ്ഥിരം അവരുടെ കൂടെയാണ് നമ്മൾ താമസിക്കുന്നതും അല്ലെങ്കിൽ അവരുടെ കൂടെയാണ് നമ്മുടെ കമ്പനിയൊക്കെ, നമുക്കും ഓട്ടോമാറ്റിക്കലി ആ മെച്യൂറേഷൻ ലെവൽ വരും. പിന്നെ മെച്യൂറേഷൻ ഇസ് ജെനറ്റിക്കലി കൺട്രോൾഡ് ആൻഡ് ആസ് സച്ച് ഇറ്റ് ഷോസ് ഇൻഡിവിജ്വൽ ഡിഫറൻസസ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ജെനറ്റിക്കലി കൺട്രോൾഡ് ആയിട്ടുള്ള ഒന്നാണ് മെച്യൂറേഷൻ. അത് കാരണം തന്നെ ഓരോരുത്തർക്കും അതിൽ ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഉണ്ടായിരിക്കും. എനിക്കുള്ള മെച്യൂറേഷൻ ആവില്ല ഇപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവുക. ഓരോരുത്തർക്കും ഓരോ മാതിരി ആയിരിക്കും. അതേപോലെ എഫക്റ്റീവ്നെസ് ഓഫ് ലേണിംഗ് ഡിപ്പെൻഡ്സ് അപ്പോൺ മെച്യൂരിറ്റി. റിഗാർഡ്ലെസ് ഓഫ് ഹൗ മച്ച് എഫേർട്ട് ചിൽഡ്രൻ പുട്ട് ഇൻ ടു ലേണിംഗ്, ദേ കനോട്ട് ലേൺ അണ്ടിൽ ദേ ആർ ഡെവലപ്മെൻ്റലി റെഡി ടു ലേൺ. നമ്മൾ ഈ ലേണിംഗ് എന്ന് പറയുന്നത് നമ്മുടെ മെച്യൂരിറ്റീനെ ഡിപ്പെൻഡ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. നമുക്കിപ്പോൾ എത്ര തന്നെ എഫേർട്ട് എടുത്താലും നമ്മൾ ഒരു സർട്ടൻ മെച്യൂരിറ്റി എത്തി പഠിക്കേണ്ട കാര്യം ആ മെച്യൂരിറ്റിയിലല്ല പഠിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. എൻ്റെ എക്സാമ്പിൾസൊക്കെ നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്തിട്ടാണ്, അപ്പോൾ വല്ലാണ്ട് വലിച്ചു നീട്ടണില്ല. അടുത്തത് ലേണിംഗ് കർവാണ് പറയുന്നത്. ലേണിംഗ് കർവ് എന്താന്ന്, നമ്മൾ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ് നമ്മുടെ ലേണിങ്ങിനെ ഗ്രാഫിക്കലി റെപ്രസെൻറ്റ് ചെയ്യാണ്. അതിൽ എക്സ് ആക്സിസിൽ നമ്മൾ ലേണിങ്ങിനെ പ്ലോട്ട് ചെയ്യും. അതേപോലെ മെഷർ ഓഫ് പ്രാക്ടീസിനെ എക്സ് ആക്സിസിൽ നമ്മൾ മെഷർ ഓഫ് പ്രാക്ടീസും വൈ ആക്സിസിൽ നമ്മൾ മെഷർ ഓഫ് പ്രൊഫിഷ്യൻസിയാണ് പ്ലോട്ട് ചെയ്യുന്നത്. വൈ ആക്സിസിൽ മെഷർ ഓഫ് പ്രൊഫിഷ്യൻസി, എക്സ് ആക്സിസിൽ മെഷർ ഓഫ് പ്രാക്ടീസും പ്ലോട്ട് ചെയ്യുന്നത്. 4 തരത്തിലുള്ള ലേണിംഗ് കർവ് ഉണ്ട്. ഒന്ന് സ്ട്രെയിറ്റ് ലൈൻ കർവാണ്. സ്ട്രെയിറ്റ് ലൈൻ കർവ് യൂണിറ്റ് ഓഫ് ടൈം പോകുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ എമൗണ്ട് ഓഫ് ലേണിംഗ് യൂണിഫോം ആയിട്ട് പോകും. ഓരോ സമയത്തിനനുസരിച്ച് കൃത്യമായിട്ട് കൂടി വരുന്നതാണ് പഠിക്കുന്ന ആ എമൗണ്ട് ഓഫ് ലേണിംഗ്. നമ്മുടെ പഠനത്തിൻ്റെ അളവ് കൃത്യമായിട്ട് കൂടി വരുന്നതാണ് സ്ട്രെയിറ്റ് ലൈൻ കർവ്. അടുത്തത് കോൺവെക്സ് കർവാണ്. കോൺവെക്സ് കർവ് എന്ന് പറയുമ്പോൾ അത് നെഗറ്റീവ്ലി ആക്സിലറേറ്റഡ് ആയിരിക്കും. ആദ്യം തുടക്കത്തിൽ അതൊരു റാപ്പിഡ് ഇനീഷ്യൽ ഇമ്പ്രൂവ്മെൻറ്റ് കാണിക്കുന്നുണ്ടെങ്കിൽ തുടക്കത്തിൽ നല്ല പഠനം, ഈ ആരംഭശൂരത്വം എന്നൊക്കെ പറയില്ലേ, അതേപോലെ നല്ല പഠിച്ചാൽ കുറച്ച് കഴിഞ്ഞാൽ അതെന്തായി നെഗറ്റീവ്ലി ആക്സിലറേറ്റ് ആകും, കുറഞ്ഞു വരും. സമയം കുറച്ച് ഇമ്പ്രൂവ് ആവുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ ലേണിങ്ങിൽ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവണില്ല, അത് താഴത്തേക്ക് വരികയാണ് ചെയ്യണമെങ്കിൽ അതൊരു കോൺവെക്സ് കർവായിരിക്കും. അടുത്തത് കോൺകേവ് കർവാണ്. കോൺകേവ് കർവ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ്ലി ആക്സിലറേറ്റ് ആയിരിക്കും. കോൺവെക്സിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ്. തുടക്കത്തിൽ കുറച്ച് ഇമ്പ്രൂവ്മെൻ്റ് ഒക്കെ കുറവായിരിക്കും, സ്ലോ ലേണർ ആയിരിക്കും. തുടക്കത്തിൽ പതുക്കെ നോക്കി പഠനം കുറച്ച് സ്ലോ ആയിരിക്കും. പക്ഷേ കുറച്ച് സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല റാപ്പിഡ് ആയിട്ടുള്ളൊരു ലേണിങ്ങിലൊരു റാപ്പിഡ് ഗ്രോത്ത് നമുക്ക് കാണാൻ സാധിക്കും. അടുത്തതിൻ്റെ രണ്ടിൻ്റെയും മിക്സാണ്, എസ് ഷേപ്ഡ് അല്ലെങ്കിൽ കോൺകേവ് കോൺവെക്സ് ഷേപ്ഡ് ആയിരിക്കും. രണ്ടിൻ്റെ ഒരു കോമ്പിനേഷൻ ആയിരിക്കും. അതിലെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ കോമ്പിനേഷൻ എടുത്തതിനനുസരിച്ചിട്ട് ഒന്നില്ലെങ്കിൽ റാപ്പിഡ് ആയിട്ടുള്ള ഗ്രോത്ത് ആയിരിക്കും ഇനീഷ്യലി, അല്ലെങ്കിൽ അതിൻ്റെ നേരെ തിരിച്ച് സ്ലോ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ സെക്കൻഡ് പാർട്ടിൽ എന്ത് വരും, റാപ്പിഡ് ഗ്രോത്ത് ആണെങ്കിൽ സ്ലോ, അതിൻ്റെ ആഫ്റ്റർവേർഡ്സ് സ്ലോ ലേണിംഗ് ആയിരിക്കും. അതേപോലെ നേരെ തിരിച്ചും. ഇത് രണ്ടിൻ്റെ കോമ്പിനേഷനാണ്, കോൺകേവ് കോൺവെക്സ് അല്ലെങ്കിൽ കോൺവെക്സ് കോൺകേവ് എന്നുള്ള രീതിയിൽ കോമ്പിനേഷൻ ആയിട്ടാണ്. ഇനി ലേണിംഗ് കർവിൻ്റെ യൂസസ് എന്തൊക്കെയാണെന്ന് പഠിക്കാം. ലേണിംഗ് കർവ് ഹെൽപ്സ് ദ ടീച്ചർ ടു അക്വൈൻറ്റ് ഹിംസെൽഫ് വിത്ത് ദ ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ഇൻ ലേണിംഗ് എമംഗ് ഹിസ് സ്റ്റുഡൻസ്. കുട്ടികൾ തമ്മിലുള്ള ലേണിങ്ങിലുള്ള വ്യത്യാസം അതെങ്ങനെയാണ്, ഇൻഡിവിജ്വൽ ഡിഫറൻസും ഈ ലേണിങ്ങും തമ്മിൽ എങ്ങനെയൊക്കെയാണ് പോകുന്നത്, കുട്ടികൾ ഓരോരുത്തരും ഓരോ രീതിയിലല്ലേ പഠിക്കുക, അതൊക്കെ മനസ്സിലാക്കാൻ, ആ ലേണിങ്ങിലെ ഇൻഡിവിജ്വൽ ഡിഫറൻസ് മനസ്സിലാക്കാൻ ടീച്ചറെ സഹായിക്കും. ഇറ്റ് ഹെൽപ്സ് ദ ടീച്ചർ ടു ഇംപ്രൂവ് ദ മെത്തേഡ് ഓഫ് ടീച്ചിങ്. അതേപോലെ ഓരോ കുട്ടികൾ ഓരോ തരത്തിലായിരിക്കും, അവരുടെ ലേണിങ്ങിനെ നമുക്ക് ഈ കർവ് വെച്ചിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടീച്ചർമാർക്ക് മെത്തേഡ് ഓഫ് ടീച്ചിങ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. ഇറ്റ് പ്രൊവൈഡ്സ് ഹിം ദ ഓപ്പർച്യൂണിറ്റി ഓഫ് സെൽഫ് അപ്രൈസൽ. നമുക്ക് സ്വന്തം ടീച്ചറുടെ ഒരു സെൽഫ് അപ്രൈസൽ നടത്താൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തത് എത്രത്തോളം ശരിയായി, ഞാൻ പഠിപ്പിക്കുന്നത് എത്രത്തോളം ശരിയായി എന്നൊക്കെയുള്ള ഒരു സെൽഫ് അപ്രൈസൽ നടത്താൻ വേണ്ടിയിട്ട് സാധിക്കും. ഇറ്റ് ഹെൽപ്സ് ദ ടീച്ചർ ടു അണ്ടർസ്റ്റാൻഡ് ദ ഇമോഷണൽ ലൈഫ് ആൻഡ് അതർ പേഴ്സണാലിറ്റി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ ലേണിംഗ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഇൻഡിവിജ്വൽ ഡിഫറൻസ് മനസ്സിലാക്കാൻ ലേണിങ്ങിൽ, അതേപോലെ തന്നെ അവരുടെ അതർ സൈഡ് പഠിക്കുക എന്നുള്ളതല്ലാതെ ഇമോഷണൽ ആയിട്ടുള്ള അല്ലാത്ത മറ്റ് പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനൊക്കെ സാധിക്കും. ഇപ്പോൾ ചിലപ്പോൾ കുറച്ച് തുടക്കത്തിൽ നല്ല പഠിച്ച കുട്ടിയായിരിക്കും, കുറച്ച് കഴിയുമ്പോൾ പഠിക്കുന്നത് കുറയുന്നുണ്ടായിരിക്കും, ആ പഠനത്തിൻ്റെ ആ റേറ്റ് കുറയുന്നുണ്ടാവും. അപ്പോൾ അതെന്താണെന്ന് മനസ്സിലാക്കുക, ആ കുട്ടിക്ക് എന്തെങ്കിലും മാനസിക വിഷമമുണ്ടോ, വീട്ടിലെന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ മനസ്സിലാക്കാനൊക്കെ ആയിട്ട് ഈ ലേണിംഗ് കർവുകൾ നമ്മളെ സഹായിക്കുന്നതാണ് പറയുന്നത്. അപ്പോൾ ടീച്ചർക്ക് സ്വാഭാവികമായിട്ടും മനസ്സിലാവില്ല, ഇങ്ങനെ പഠിക്കേണ്ട കുട്ടിയല്ല, നമ്മൾ ക്ലാസ് റൂമിലൊക്കെ കണ്ടതാണ്, നീ ഇങ്ങനെ പഠിക്കേണ്ട കുട്ടിയല്ലല്ലോ, കുറച്ചുകൂടി നന്നായി പഠിച്ചായിരുന്നല്ലേ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുന്ന ടീച്ചർമാർ നമുക്കൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഈ ഒരു കർവ് വെച്ചിട്ട് നമ്മുടെ ഒരു ഒബ്സർവേഷൻ വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആസ് എ ടീച്ചർ.
ഇറ്റ് ഹെൽപ്സ് ദ സ്റ്റുഡൻസ് അക്വൈൻഡ് ദംസെൽസ് വിത്ത് ദെയർ ഓൺ പ്രോഗ്രസ്. കുട്ടികൾക്ക് ഉപകാരമാണ്, അവരുടെ പ്രോഗ്രസിനെ പറ്റി മനസ്സിലാക്കാൻ അവർക്കും സഹായിക്കും. ഇറ്റ് ഹെൽപ്സ് എ ടീച്ചർ ടു കമ്പയർ ദ പ്രോഗ്രസ് ഓഫ് എ സ്റ്റുഡൻറ്റ് വിത്ത് ദാറ്റ് ഓഫ് അതർ സ്റ്റുഡൻസ് ഇൻ ദ ക്ലാസ്. കുട്ടികളെ തമ്മിൽ കമ്പയർ ചെയ്യും, നല്ല പ്രവണതയല്ല, പക്ഷെ എന്നാലും ഓരോ കുട്ടികളുടെ കഴിവുകളും ഒക്കെ മനസ്സിലാക്കാൻ, സ്ട്രെങ്ത് എന്താണ്, വീക്ക്നെസ് എന്താണെന്നൊക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി അടുത്ത് പറയുന്നത് ലേണിംഗ് പ്ലാറ്റ്യൂ ആണ്. ലേണിംഗ് പ്ലാറ്റ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൊറിസോണ്ടൽ സ്ട്രെച്ച് ഇൻ ദ ലേണിംഗ് കർവ് വിച്ച് റെപ്രസെൻറ്റ്സ് എ സ്റ്റേഷനറി സ്റ്റേജ് വെർ അപ്പാരൻ്റ്ലി നോ പ്രോഗ്രസ് ഇൻ ലേണിംഗ് ഈസ് റെക്കോർഡഡ്. എ പീരീഡ് ഓഫ് നോ പ്രോഗ്രസ് ഇൻ ലേണിംഗ് കർവ് ഈസ് റെഫേർഡ് ടു ആസ് ലേണിംഗ് പ്ലാറ്റ്യൂ. നമ്മൾ ലേണിംഗ് കർവ് വരച്ച് കഴിഞ്ഞാൽ ഹൊറിസോണ്ടലായിട്ട്, എക്സ് ആക്സിസിന് ഹൊറിസോണ്ടൽ നേരെ പാരലായിട്ട് പോകുന്ന ഒരു ഭാഗത്തിനെയാണ് നമ്മൾ ലേണിംഗ് പ്ലാറ്റ്യൂ എന്ന് പറയുക. അതായത് എക്സ് ആക്സിസിൽ നമ്മൾ ടൈമാണ് കാണിക്കുന്നത് അല്ലേ, സമയമാണ് പോണത്. വൈ ആക്സിസിൽ നമ്മുടെ ലേണിങ്ങിൻ്റെ ഗ്രോത്തിനെ, ലേണിങ്ങിൻ്റെ റേറ്റിനെയാണ് കാണിക്കുന്നത്. അപ്പോൾ സമയം പോണതിനനുസരിച്ച് ലേണിങ്ങിൽ ഒരു ഗ്രോത്തും ഇല്ല, മുകളിലോട്ടും വളർച്ചയില്ല, താഴോട്ടും പോകണില്ല ലേണിംഗ്, അത് അങ്ങനെ നിൽക്കുകയാണ്. അതായത് ലേണിങ്ങിൽ ഒരു പ്രോഗ്രസ്സും ഇല്ലാതെ നിൽക്കുന്ന സമയം, അതിനെയാണ് നമ്മൾ ലേണിംഗ് പ്ലാറ്റ്യൂ എന്ന് പറയുക. അതിൻ്റെ കോഴ്സസ് എന്തൊക്കെയാണെന്ന് നോക്കാം. പുവർ ഓർ ഫോൾട്ടി മെത്തേഡ് ഓഫ് ലേണിംഗ്, നമ്മൾ തെറ്റായ രീതിയിൽ കൂടെയുള്ള പഠനങ്ങൾ, ഫിസിക്കൽ ആസ് വെൽ ആസ് മെൻ്റൽ ഫെറ്റിക്, ശാരീരികമായിട്ടും മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, ലാക്ക് ഓഫ് പ്രോപ്പർ മോട്ടിവേഷൻ ഓർ ലോസ് ഓഫ് ഇൻട്രസ്റ്റ്, നമുക്ക് കൃത്യമായിട്ടുള്ള മോട്ടിവേഷൻ കിട്ടാണ്ടിരിക്കുക, അല്ലെങ്കിൽ പഠിക്കാൻ ഒരു ഇഷ്ടമില്ലാണ്ടാവുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ടു മച്ച് ഡിഫിക്കൽട്ടി ഓർ കോംപ്ലക്സിറ്റി ഓഫ് ദ ടാസ്ക്, പഠിക്കാൻ ഇപ്പോൾ നമ്മൾ കുറച്ചൊക്കെ നല്ലോണം പഠിച്ചിട്ട് പിന്നെ കുറച്ചൊരു പീരീഡിന് ശേഷമാണ് ലേണിംഗ് പ്ലാറ്റ്യൂ വരണമെങ്കിൽ ആ ഭാഗം ചിലപ്പോൾ അപ്പം നമ്മൾ പഠിക്കുന്ന ഭാഗം കുറച്ച് ഡിഫിക്കൽട്ടായിരിക്കാം, കോംപ്ലക്സ് ആയിട്ടുള്ള ഭാഗമൊക്കെ ആണെങ്കിൽ അങ്ങനെയുള്ള ഭാഗങ്ങൾ പഠിക്കുമ്പോഴും ഈ ലേണിംഗ് പ്ലാറ്റ്യൂ കാണാനായിട്ടുള്ള സാധ്യത ഉണ്ട്. ദ കോൺഫ്ലിക്റ്റ് ഓഫ് പ്രീവിയസ് ലേണിംഗ് വിത്ത് എ ന്യൂ ലേണിംഗ്, നമ്മൾ മുന്നേ ഒരു കാര്യം പഠിച്ചു വെച്ചിട്ട് അതുമായിട്ട് കണക്ട് ചെയ്ത് പഠിക്കാനൊക്കെ നോക്കുമ്പോൾ അത് ഇങ്ങനെയല്ലേ പഠിച്ചത്, ഇതിപ്പോൾ പറയുന്നത് ശരിയാവണില്ലല്ലോ, അന്ന് എന്താ അങ്ങനെ പറഞ്ഞാൽ, അങ്ങനെയൊക്കെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവുമല്ലോ. മുന്നേ പഠിച്ചത് നമ്മുടെ ഇപ്പോഴത്തെ പഠനത്തിനെ ഹിൻഡർ ചെയ്യുന്ന രീതിയിലാവുകയാണെങ്കിലും ഈ ലേണിംഗ് പ്ലാറ്റ്യൂ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. അടുത്തത് ട്രാൻസിഷൻ ഫ്രം ലോവർ ടു ഹയർ ലെവൽ ഓഫ് പെർഫോമൻസ്, ലോവർ ലെവലിൽ നിന്ന് ഹയർ ലെവലിലേക്ക് പോകുന്ന ഉറപ്പ്. ഈ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ കുറേശ്ശെ പഠിച്ചു വരുമ്പോൾ ഹയർ ഡിഫിക്കൽട്ട് ടാസ്കുകൾ എത്തുമ്പോൾ നമ്മുടെ പെർഫോമൻസ് അതിനകത്ത് ഉയരാനുള്ള ബുദ്ധിമുട്ട്. പുവർ ആൻഡ് അൺഫേവറബിൾ എൻവയോൺമെൻറ്റ് ആൻഡ് വർക്കിംഗ് കണ്ടീഷൻസ്, നമ്മൾ പഠിക്കുന്ന സാഹചര്യങ്ങൾ അൺഫേവറബിൾ ആകുമ്പോൾ, അത്ര സുഖകരമല്ലാത്ത സാഹചര്യത്തിലിരുന്ന് സന്ദർഭത്തിലിരുന്ന് പഠിക്കുകയൊക്കെ ആണെങ്കിൽ ഈ ലേണിംഗ് പ്ലാറ്റ്യൂ ഉണ്ടാവാം. മെൻ്റൽ ഓർ ഫിസിക്കൽ ഇൽനെസ് ഓഫ് ദ ലേണർ, നമ്മൾ ഓൾറെഡി പറഞ്ഞു, ശാരീരിക മാനസികമായിട്ടുള്ള അസ്വസ്ഥതകൾ. ഡിസ്ട്രാക്ഷൻ ഓർ ലാക്ക് ഓഫ് പ്രോപ്പർ അറ്റൻഷൻ ഇല്ലാതെ, ശ്രദ്ധ കുറവ് കാരണം. സാറ്റിസ്ഫാക്ഷൻ ഓഫ് ദ ലേണർ വിത്ത് മോഡറേറ്റ് അച്ചീവ്മെൻറ്റ്, പിന്നെ ഒന്നുള്ളത് ഇത്രയൊക്കെ പഠിച്ചാൽ മതി, ഇത്രയൊക്കെ കിട്ടിയാൽ മതിയിട്ടുള്ള ആ ഒരു മോഡറേറ്റ് അച്ചീവ്മെൻറ്റിൽ ഞാൻ തൃപ്തനാണെന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ, ആ ഒരു കാര്യം നമ്മുടെ ലേണിംഗ് പ്ലാറ്റ്യൂ ഉണ്ടാവാനായിട്ടുള്ളൊരു കാരണമാവും. ഇനി എലിമിനേഷൻ ഓഫ് ലേണിംഗ് പ്ലാറ്റ്യൂസ് ആണ് ഇനി പറയുന്നത്. ഇങ്ങനെയൊക്കെ ഈ ലേണിംഗ് പ്ലാറ്റ്യൂവിനെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. അഡോപ്റ്റിംഗ് എഫിഷ്യൻറ്റ് മെത്തേഡ്സ് ഓഫ് ടീച്ചിങ്, എഫിഷ്യൻ്റ് ആയിട്ടുള്ള നല്ല മെത്തേഡ്സ് ഓഫ് ടീച്ചിങ്, മാറിയിട്ടൊക്കെ ഓരോ കുട്ടികളെയും കാറ്റർ ചെയ്യുന്ന രീതിയിൽ മാറിയിട്ട് ടീച്ചിങ് മെത്തേഡ്സ് ഒക്കെ ഉപയോഗിക്കാം. ഹെൽപ്പിംഗ് ചിൽഡ്രൻ ഇൻ ദ സെലക്ഷൻ ഓഫ് അപ്രോപ്രിയേറ്റ് മെത്തേഡ് ഓഫ് ലേണിംഗ്, കുട്ടികളെ പഠിക്കാനുള്ള മെത്തേഡുകൾ സെലക്ട് ചെയ്യാൻ, അവർക്ക് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള മെത്തേഡുകൾ സെലക്ട് ചെയ്യാൻ സഹായിക്കുക. അക്വൈൻഡിങ് ദ ലേണർ വിത്ത് ക്ലിയർ കട്ട് ഗോൾസ് ഓർ എയിംസ് ഓഫ് ദ വർക്ക് ഇൻ ഹാൻഡ്, കുട്ടികൾക്ക് കൃത്യമായിട്ടൊരു എയിംസും ഗോൾസും ഒക്കെ ഉണ്ടാക്കാനായിട്ട് അതിനൊക്കെ സഹായിക്കുക. നിനക്ക് ഇത്രയും കാലിബർ ഉണ്ട്, അപ്പോൾ നീ ഇത്രയൊന്നും ചെയ്താൽ പോരെ, ഒരു മോഡറേറ്റ് അച്ചീവർ ആയിട്ട് നിന്നാൽ പോരാ, നീ ഇത്രയൊക്കെ എയിം ചെയ്യണം, അങ്ങനെയൊക്കെ അവരെ മോട്ടിവേറ്റ് ചെയ്യുക, അവർക്കൊരു ഗോൾ കൊടുക്കാനൊക്കെ ആയിട്ട്, അതൊക്കെ ഉണ്ടാക്കാനൊക്കെ ആയിട്ട് സഹായിക്കുക. അറൗസിങ് ആൻഡ് മെയിൻറ്റെയിനിങ് ഇൻട്രസ്റ്റ് ഇൻ ലേണിംഗ്, കുട്ടികൾക്ക് ലേണിങ്ങിൽ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാക്കാനായിട്ട് സഹായിക്കുക. അറേഞ്ചിങ് ലേണിംഗ് മെറ്റീരിയൽ അക്കോർഡിംഗ് ടു ദ ഇൻക്രീസിങ് ലെവൽ ഓഫ് ഡിഫിക്കൽട്ടി ഓർ കോംപ്ലക്സിറ്റി, പതിയെ ഇങ്ങനെ ഡിഫിക്കൽട്ടി ലെവൽ കൂട്ടുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക, ലേണിംഗ് മെറ്റീരിയലൊക്കെ അറേഞ്ച് ചെയ്യുക. പിന്നെ അതേപോലെ സജസ്റ്റിംഗ് ദ ലേണർ ടു ഡിസ്കണ്ടിന്യൂ പ്രാക്ടീസ് ഫോർ ദ ടൈം ബീയിങ് വെൻ എ പീരീഡ് ഓഫ് നോ ഇംപ്രൂവ്മെൻറ്റ് ഈസ് റീച്ച്. നമ്മൾ ഈ ലേണിംഗ് പ്ലാറ്റ്യൂ എത്തിക്കഴിഞ്ഞാൽ ഒരു ബ്രേക്ക് എടുക്കാനൊക്കെ കുട്ടികളെ വല്ലാണ്ട് ചിലപ്പോൾ ഭയങ്കരമായിട്ട് സ്ട്രെസ്ഡ് ആയിട്ട് ഇരിക്കുകയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയൊരു ബ്രേക്ക് എടുക്കാനൊക്കെ കുട്ടികളെ സജസ്റ്റ് ചെയ്യുക. അതേപോലെ ടീച്ചർ പിന്നെ എന്ത് ചെയ്യണം, ആ ബ്രേക്ക് കഴിഞ്ഞിട്ട് അവർ തിരിച്ചു കൊണ്ടുവരുന്ന ഒരു കാര്യം ടീച്ചർ പ്രത്യേകം എൻഷുർ ചെയ്യണം. അങ്ങനെ ഒരു ബ്രേക്കൊക്കെ എടുത്താൽ ചിലവർക്ക് എന്ത് ചെയ്യും, ഒന്ന് റിലാക്സ് ആവും, പിന്നെ നന്നായിട്ട് പഠിക്കാനൊക്കെ പറ്റും. മിനിമൈസിങ് ദ ഡിസ്ട്രാക്റ്റിംഗ് ഫാക്ടേഴ്സ് പ്രസൻറ്റ് ഇൻ ദ ലേണിംഗ് എൻവയോൺമെൻറ്റ്, ലേണിംഗ് എൻവയോൺമെൻറ്റ് കുറച്ചും കൂടെ നല്ല രീതിയിൽ കൺഡ്യൂസീവ് ആക്കാനൊക്കെ നോക്കുക. അവിടെയുള്ള ഒരു ഡിസ്ട്രാക്റ്റിംഗ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ പ്രശ്നമുള്ള കാര്യങ്ങൾ ലേണിംഗ് എൻവയോൺമെൻറ്റിൽ ഉണ്ടെങ്കിൽ അതൊക്കെ മാക്സിമം അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പ്രൊവൈഡിങ് സഫിഷ്യൻറ്റ് മോട്ടിവേഷൻ ആൻഡ് ഇൻസെൻറ്റീവ്, കുട്ടികൾക്ക് നല്ല ഇൻസെൻറ്റീവുകളും മോട്ടിവേഷനൊക്കെ കൊടുക്കുക. നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളെ നല്ലോണം റിവാർഡ് ചെയ്യുക, റീഇൻഫോഴ്സ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. ഇനി അടുത്തത് നമ്മുടെ ഇതാണ് ലേണിംഗ് കർവിൻ്റെ ഒരു
പിക്ചറാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കാണാം അതിൻ്റെ ലേണിംഗ് പ്ലാറ്റ്യൂ ഇവിടെ ഈ ഭാഗം എത്തിക്കഴിഞ്ഞാൽ എന്താണ് പ്രോഗ്രസ് ഇല്ലാണ്ട് നേരെ പോവുകയാണ് ചെയ്യുക. സമയം പോകുന്നതിനനുസരിച്ച് പ്രോഗ്രസ് ഇല്ലാണ്ട് നേരെ പോകുന്നൊരു ഭാഗമാണിത്. ഞാൻ അതിൻ്റെ ഇതിൻ്റെ പോർഷൻസ് ആണ് പറയുന്നത്. ലേണിംഗ് കർവിൻ്റെ ആദ്യം പറയുന്നത് പീരീഡ് ഓഫ് സ്ലോ പ്രോഗ്രസ് ആണ്. പീരീഡ് ഓഫ് സ്ലോ പ്രോഗ്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് പ്രോഗ്രസ് ഒന്നും ഇല്ലാണ്ട് വളരെ പതുക്കെ പ്രോഗ്രസ്സിലെന്ന് പോകുന്നത്. പതുക്കെയാണ് സമയം പോകുന്നതിനനുസരിച്ച് പതുക്കെയാണ് ലേണിങ്ങിൽ ഒരു പ്രോഗ്രസ് ഉണ്ടാവുള്ളൂ. ആ ഏരിയനെയാണ് നമ്മൾ പീരീഡ് ഓഫ് സ്ലോ പ്രോഗ്രസ് എന്ന് പറയുന്നത്. അടുത്തത് പീരീഡ് ഓഫ് റാപ്പിഡ് പ്രോഗ്രസ് ആണ്. നന്നായിട്ട് സമയത്തിനനുസരിച്ച് നന്നായിട്ട് ഗ്രോത്ത് ഉണ്ടാവുന്നുണ്ട് ലേണിങ്ങിൽ എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ പീരീഡ് ഓഫ് റാപ്പിഡ് പ്രോഗ്രസ് എന്ന് പറയും. അടുത്ത സ്പേർട്സുകളാണ്. സ്പേർട്സുകൾ എന്ന് പറഞ്ഞാൽ ഒരു സ്മൂത്ത് അല്ലാത്ത കൂടിയും കുറഞ്ഞൊക്കെ ഇരിക്കുന്ന ആ ഭാഗത്തിനെയാണ് ലേണിങ് ചിലപ്പോൾ കൂടും ചിലപ്പോൾ കുറഞ്ഞ് അങ്ങനെ ഇരിക്കും. നമുക്കൊന്നും കൃത്യമായിട്ട് പറയാൻ പറ്റില്ല, പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു ഭാഗത്തിനെയാണ് പീരീഡ് ഓഫ് സ്പേർട്സ് എന്ന് പറയുന്നത്. അപ്പോൾ ചിലപ്പോൾ സ്ലോ പ്രോഗ്രസ് ആയിരിക്കും, ചിലപ്പോൾ റാപ്പിഡ് ആയിരിക്കും, ചിലപ്പോൾ പ്രോഗ്രസ് ഉണ്ടാവില്ല. അങ്ങനെയൊക്കെ പോകുന്ന ഒരു ഭാഗത്തിനെയാണ്, ഒരു അൺപ്രഡിക്റ്റബിൾ ആയിട്ട് പോകുന്ന ഒരു ഭാഗത്തിനെയാണ് പീരീഡ് ഓഫ് സ്പേർട്സ് എന്ന് പറയുക. അടുത്ത പീരീഡ് ഓഫ് നോ അപ്പാരൻറ്റ് പ്രോഗ്രസ്. നമ്മൾ പറഞ്ഞു ലേണിംഗ് പ്ലാറ്റ്യൂ വരുന്ന ഭാഗം ഒരു പ്രോഗ്രസ്സും ഇല്ലാണ്ട് നമ്മുടെ സമയം പോകുന്നതിനനുസരിച്ച് ആ ഹൊറിസോണ്ടലായിട്ട് ലൈൻ പോകുന്നതിന് നമ്മൾ പീരീഡ് ഓഫ് നോ അപ്പാരൻറ്റ് പ്രോഗ്രസ് എന്ന് പറയുക. അടുത്ത പീരീഡ് ഓഫ് ഡിക്ലൈൻ ആണ്. പീരീഡ് ഓഫ് ഡിക്ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമയത്തിനനുസരിച്ച് പഠനം താഴോട്ടാണ് പോകുന്നത്, തീരെ പഠിക്കുന്നില്ല, ഉണ്ടായിരുന്നതിനേക്കാൾ താഴോട്ട് പോകുന്ന ഒരു ലെവലിനെയാണ് പീരീഡ് ഓഫ് ഡിക്ലൈൻ എന്ന് പറയുന്നത്. അടുത്തത് ഈ ലേണിംഗ് കർവിൻ്റെ എഡ്യൂക്കേഷണൽ ഇംപ്ലിക്കേഷൻസ് ആണ് പറയുന്നത്. എഡ്യൂക്കേഷണൽ ഇംപ്ലിക്കേഷൻസ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എന്ത് പഠിച്ചു കഴിഞ്ഞാലും അതിൻ്റെ എഡ്യൂക്കേഷണൽ ഇംപ്ലിക്കേഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എങ്ങനെയാണ് നമ്മളൊരു ടീച്ചറായിട്ട് അല്ലെങ്കിൽ ഒരു എഡ്യൂക്കേഷണൽ കോണ്ടെക്സ്റ്റിൽ നമ്മൾ ഈ പഠിച്ച കൺസെപ്റ്റിനെ എങ്ങനെ മാറ്റാം എന്നുള്ള രീതിയിലാണ് ഇത് പറയുന്നത്. അപ്പോൾ അതെന്താണെന്ന് നോക്കാം. Learning curves help the teacher to maintain a proper account of the regular process of his students. ലേണിംഗ് കർവ് എന്ത് ചെയ്യും, കുട്ടികളുടെ റെഗുലർ പ്രോസസ്സ്, കുട്ടികൾ സ്ഥിരമായിട്ട് എങ്ങനെയാണ് പഠിക്കുന്നത് അവരുടെ ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ടീച്ചർക്ക് അതിലൊരു പ്രോപ്പറായിട്ടുള്ളൊരു ഇൻഫർമേഷൻ കീപ്പ് ചെയ്യാനൊക്കെ സഹായിക്കും. ഇറ്റ് ഹെൽപ്സ് ദ ടീച്ചർ ടു അക്വൈൻറ്റ് ഹിംസെൽഫ് വിത്ത് ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ലേണിംഗ്. കുട്ടികളിലുള്ള ഇൻഡിവിജ്വൽ ഡിഫറൻസസ്, കുട്ടികളുടെ പഠനത്തിലുള്ള ഇൻഡിവിജ്വൽ ഡിഫറൻസസുകളൊക്കെ മനസ്സിലാക്കാനായിട്ട് ടീച്ചറെ സഹായിക്കും. ദ ട്രെൻഡ്സ് ഷോൺ ബൈ ദ ലേണിംഗ് കർവ്സ് ഓഫ് ദ സ്റ്റുഡൻസ് പ്രൊവൈഡ് ഓപ്പർച്യൂണിറ്റി ടു ദ ടീച്ചർ ഫോർ എ സെക്കൻഡ് തോട്ട് അബൌട്ട് ഹിസ് മെത്തേഡ്സ് ആൻഡ് ടെക്നിക്സ് ഓഫ് ടീച്ചിങ്. ടീച്ചർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവരുടെ പഠനത്തിൽ നിന്ന് മനസ്സിലാക്കുക. ഈ ലേണിംഗ് കർവൊക്കെ വെച്ചിട്ട് അവരുടെ ഒരു പഠനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവില്ല, അവരുടെ ഒരു ട്രെൻഡ്, പഠനത്തിൻ്റെ ഒരു ട്രെൻഡ് മനസ്സിലാക്കിയിട്ട് ടീച്ചറുടെ ഒരു ടീച്ചിങ് സ്ട്രാറ്റജീസും മെത്തേഡുകളൊക്കെ എങ്ങനെ വേണം എന്നുള്ളത് ടീച്ചർക്ക് ഒന്നും കൂടെ ഒന്ന് തീരുമാനിക്കാം. The study of the unusual spurts and occasional fluctuations reveal so many things about the emotional life, physical condition and personality characteristics of the learner. A wise teacher can make use of this knowledge in studying the behavior of his students. നമ്മൾ ഓൾറെഡി പറഞ്ഞു ലേണിംഗ് സ്പേർട്സുകൾ എന്താണ്. അവിടെ ഒരു അൺപ്രഡിക്റ്റബിൾ ആയിട്ടായിരിക്കും, ഫ്ലക്ച്വേഷൻ ആയിരിക്കും ലേണിങ്ങിൽ, പഠിക്കാണ്ടിരിക്കുക, അങ്ങനെ ആകെ ഫ്ലക്ച്വേറ്റ് ചെയ്തിട്ടായിരിക്കും. അപ്പോൾ ആ കുട്ടികൾ ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിട്ടിരിക്കുന്ന സമയത്താണ് അങ്ങനെ ഒരു ലേണിംഗ് സ്പേർട്ടുകൾ ഉണ്ടാവുക. അപ്പോൾ അത് ഇമോഷണൽ ആയിട്ടാണോ ഫിസിക്കലായിട്ടാണോ അങ്ങനെ എന്തെങ്കിലും പേഴ്സണലായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടോ എന്നൊക്കെ ടീച്ചർക്ക് മനസ്സിലാക്കാം. ആ കുട്ടിയിൽ നിന്ന് ചോദിച്ച് മനസ്സിലാക്കാനൊക്കെ ഉള്ളൊരു അവസരം ടീച്ചർക്ക് കൊടുക്കുന്നുണ്ട്. ഇറ്റ് ഹെൽപ്സ് ദ സ്റ്റുഡൻസ് ടു അക്വൈൻറ്റ് ദംസെൽസ് വിത്ത് ദെയർ ഓൺ പ്രോഗ്രസ്. ഇറ്റ് ഗീവ്സ് ദം ഓപ്പർച്യൂണിറ്റി ഫോർ സെൽഫ് അപ്രൈസൽ. കുട്ടികൾക്ക് അവരുടെ പ്രോഗ്രസ് എത്രയായി എന്നൊക്കെ മനസ്സിലാക്കാൻ, ഇനി എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ അങ്ങനെ ഒരു സെൽഫ് അപ്രൈസൽ നടത്താൻ വേണ്ടിയിട്ട് സഹായിക്കും. ഇറ്റ് പ്രൊവൈഡ്സ് ഓപ്പർച്യൂണിറ്റി ഫോർ സ്റ്റുഡൻസ് ടു കമ്പയർ ദെയർ പ്രോഗ്രസ് വിത്ത് ദാറ്റ് ഓഫ് ദെയർ ക്ലാസ്മേറ്റ്സ്. അതേപോലെ കുട്ടികൾ അവരുടെ ക്ലാസ്മേറ്റ്സ് ആയിട്ട് കമ്പയർ ചെയ്യാൻ, അവർ പഠിച്ചത് ഇത്രയും, അവർക്ക് ഇത്രയും പഠിക്കാൻ പറ്റുന്നുണ്ട്, എനിക്ക് എന്താ പറ്റാത്ത, എൻ്റെ മെത്തേഡ് ഓഫ് ലേണിംഗ് എന്തെങ്കിലും മാറ്റണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കമ്പയർ ചെയ്ത് പഠിക്കാനൊക്കെ ഒരു ഹെൽത്തി വേയിലുള്ള കമ്പാരിസൺ ഒക്കെ നടത്താനായിട്ട് ഈ ലേണിംഗ് കർവുകൾ സഹായിക്കും. ഇറ്റ് ഓൾസോ പ്രൊവൈഡ്സ് സ്റ്റുഡൻസ് നെസസറി ഇംപീറ്റസ് ഫോർ മെയിൻറ്റെയിനിങ് ദെയർ പ്രോഗ്രസ്. അതേപോലെ അവർക്ക് നമുക്കൊരു പ്രോഗ്രസ്സിലേക്ക് ഒരു മോട്ടിവേഷൻ കൊടുക്കുന്ന പോലെ നമ്മൾ ചിലപ്പോൾ പീരീഡ് ഓഫ് ഡിക്ലൈനിലാവും നിൽക്കുന്നുണ്ടാവും. അപ്പോൾ നമുക്കത് തിരിച്ചറിയാൻ കേട്ടോ. അപ്പോൾ ഈ ലേണിംഗ് കർവൊക്കെ വെച്ച് നമ്മൾ നോക്കുമ്പോൾ അത് തിരിച്ചറിയുമ്പോൾ നമ്മൾ താഴത്തോട്ടാണല്ലോ പോകണമെന്നൊക്കെ ഒരു അറിവ് വരുമ്പോൾ നമ്മൾ ഒന്നുകൂടെ ഒന്ന് പരിശ്രമിക്കാനൊക്കെ ശ്രമിക്കാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ലേണിംഗ് കർവ് ചെയ്യുന്നുണ്ട്. അടുത്തത് വേരിയബിൾസ് ഇൻ ലേണിംഗ് ആണ്, അല്ലെങ്കിൽ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ്
ലേണിംഗ് ആണ് ഇനി പഠിക്കാനുള്ളത്. അതിൽ ആദ്യത്തെ വേരിയബിൾ എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ വേരിയബിൾ ആണ്, അല്ലെങ്കിൽ അത് നേച്ചർ ഓഫ് ദ ലേണറിൻ്റെ നേച്ചർ എങ്ങനെയാണെന്നുള്ളതാണ്. അതിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? മെച്ചുറേഷൻ, ലേണറുടെ മെച്ചുറേഷൻ ലേണിങ്ങിനെ ബാധിക്കും. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു, ആവശ്യമായിട്ടുള്ള പക്വത എത്താതെ ഒരു കാര്യം പഠിക്കുമ്പോൾ അത് പഠനത്തിനെ ബാധിക്കും. നമുക്ക് ചില കാര്യങ്ങളൊക്കെ പഠിക്കാൻ കൃത്യമായിട്ടൊരു ലേണിങ്ങിൻ്റെ ഒരു മെച്ചുറേഷൻ എന്ന് പറയുന്നത് ലേണിങ്ങിൻ്റെ ഒരു പ്രീ റിക്വസിറ്റ് ആണ് ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. അപ്പം മെച്ചുറേഷൻ ലേണിങ്ങിനെ ബാധിക്കുന്ന ഒരു ഇൻഡിവിജ്വൽ വേരിയബിൾ ആണ്. റെഡിനെസ് ടു ലേൺ, ലേണർ പഠിക്കാൻ റെഡി ആയിട്ട് ഇരിക്കുമ്പോൾ നമ്മൾ പഠിക്കണം. അല്ലെങ്കിൽ എന്താണ്, നമ്മൾ തീരെ തയ്യാറാവാതെ ഇരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ വെറുതെ സമയം കളയാന്നേ ഉള്ളൂ, പഠനം കാര്യമായിട്ട് നടക്കില്ല. ഏജ്, നമ്മൾ നേരത്തെ പറഞ്ഞു മെച്ചുറേഷൻ്റെ അതേ കാര്യം പോലെ തന്നെ കൃത്യമായിട്ടുള്ള പ്രോപ്പർ ഏജ് നമ്മൾ ചില കാര്യങ്ങളൊക്കെ പഠിക്കാൻ എത്തണം. സെക്സ്, ചില കുട്ടികളിൽ ആൺകുട്ടികളുടെ ചില സ്കില്ലുകളാവില്ല പെൺകുട്ടികൾക്ക്, അപ്പോൾ അത് പഠനത്തിലും വ്യത്യാസം ഉണ്ടാവും. കുറച്ചും കൂടെ മോട്ടോർ എബിലിറ്റീസൊക്കെ കൂടുക ആൺകുട്ടികൾക്കാണ് പൊതുവെ. പെൺകുട്ടികൾക്ക് കൊഗ്നിറ്റീവായിട്ട് അങ്ങനെ മൾട്ടി ടാസ്കിങ് സ്കില്ലുകളൊക്കെയാണ് കൂടുക. അപ്പോൾ അത് ആ വ്യത്യാസം എന്തുണ്ടാവും, അവരുടെ പഠനത്തിലും ഉണ്ടാവും. പിന്നെ പ്രീവിയസ് എക്സ്പീരിയൻസ്, ഒരാളുടെ പ്രീവിയസ് എക്സ്പീരിയൻസ് ലേണിങ്ങിനെ ബാധിക്കും. ഇപ്പോൾ മുന്നേ കുറേ കാര്യങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒരു ഏരിയയുമായിട്ടൊക്കെ അറിയാമെന്നുണ്ടെങ്കിൽ ലേണിംഗ് കുറച്ചും കൂടെ സ്മൂത്ത് ആവും. അല്ല വളരെ പുതുതായിട്ടൊരു കാര്യം പഠിക്കുമ്പോഴൊക്കെ തീരെ പ്രീവിയസ് എക്സ്പീരിയൻസ് ഒന്നും ഇല്ലെങ്കിൽ പഠിക്കുമ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ടൊക്കെ തോന്നും. അതേപോലെ മെൻ്റൽ എബിലിറ്റീസും ഫിസിക്കൽ ഹാൻഡിക്യാപ്സും, നമ്മുടെ മാനസികമായിട്ട് എന്തെങ്കിലും ഒരാൾക്കൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, അതേപോലെ ശാരീരികമായിട്ടൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതൊക്കെ ലേണിങ്ങിനെ ബാധിക്കുന്ന ഇൻഡിവിജ്വൽ വേരിയബിളാണ്. ഒരു ലേണറെ സംബന്ധിക്കുന്ന കാര്യങ്ങളാണ് ഈ പറഞ്ഞ പോയിന്റ്സ് അത്രയും. മെച്ചുറേഷൻ, റെഡിനെസ് ടു ലേൺ, ഏജ്, സെക്സ്, പ്രീവിയസ് എക്സ്പീരിയൻസ്, മെൻ്റൽ എബിലിറ്റീസ് ആൻഡ് ഫിസിക്കൽ ഹാൻഡിക്യാപ്സ്. അടുത്തത് ടാസ്ക് വേരിയബിൾസ് ആണ്. ലേണിങ്ങിനെ ബാധിക്കുന്ന അടുത്ത ഫാക്ടർ എന്ന് പറയുന്നത് ടാസ്ക് വേരിയബിൾസ് ആണ്. ലേണിംഗ് മെറ്റീരിയലിൻ്റെ നേച്ചറാണ് ഇത് പറയുന്നത്. ലെങ്ത് ഓഫ് ദ ടാസ്ക്, വളരെ നീളം കൂടിയ വളരെ വലിയൊരു കാര്യമൊക്കെയാണ് നമ്മൾ പഠിക്കുന്നതെന്നാണ്. വലിയൊരു എസ്സേയൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് എന്താവും, ഭയങ്കരമായിട്ട് ബോറടിക്കും, പഠിച്ചെത്താൻ ബുദ്ധിമുട്ട്, തീരാത്ത പോലെയൊക്കെ തോന്നും. അപ്പോൾ ലെങ്ത് ഓഫ് ദ ടാസ്ക് ഒരു കാര്യമാണ്. ഡിഫിക്കൽട്ടി ഓഫ് ദ ടാസ്ക്, ബുദ്ധിമുട്ട്, ആ കാര്യം പഠിച്ചെടുക്കാൻ ഭയങ്കര ഡിഫിക്കൽട്ടായിട്ട് കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, ഒരു കൺസെപ്റ്റാണ് പറയുന്നുണ്ടെങ്കിൽ അത് പഠിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാവും. മീനിങ് ഓഫ് ദ ടാസ്ക്, ഭയങ്കര മീനിങ് ഫുള്ളൊക്കെ ആയിട്ടുള്ളതാണെങ്കിൽ കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റുന്നതാണെങ്കിൽ പെട്ടെന്ന് പഠിച്ചു പോകാൻ പറ്റും. അതല്ലാണ്ട് ഉള്ള ലേണിംഗ് മെറ്റീരിയലൊക്കെ ആകുമ്പോൾ നമുക്ക് മീനിങ്ലെസ് ആയിട്ടുള്ളതൊക്കെ ആണെങ്കിൽ നമുക്ക് പഠിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. അടുത്തത് മെത്തേഡ് വേരിയബിൾ ആണ് പറയുന്നത്. ലേണിംഗ് സിറ്റുവേഷൻ്റെ നേച്ചറാണ്, നമ്മൾ പഠിക്കുന്ന സാഹചര്യത്തിനെ പറ്റിയിട്ടാണ് ഇവിടെ പറയുന്നത്. മെത്തേഡ് ഓഫ് ലേണിംഗ്, നമ്മൾ ഏത് മെത്തേഡ് കൂടെയാണ് പഠിക്കുക എന്നുള്ളത്. അപ്പോൾ മാത്സ് പഠിക്കുന്ന മെത്തേഡ് കൂടെയല്ല സോഷ്യൽ സയൻസ് പഠിക്കുക, അത് കൂടെയല്ല ഇംഗ്ലീഷ് പഠിക്കുക. അപ്പോൾ ഓരോന്നിനും ഓരോ മെത്തേഡാണ്. ആ മെത്തേഡ് ഓഫ് ലേണിങ്ങിന് എന്ന് പറയുന്നത് നമ്മുടെ ലേണിങ്ങിനെ ബാധിക്കും. അതേപോലെ എമൗണ്ട് ഓഫ് പ്രാക്ടീസ്, ചിലപ്പോൾ നമ്മളിപ്പോൾ സൈക്കോളജി തന്നെ ജസ്റ്റ് ഒന്ന് വായിച്ചാൽ കിട്ടും നമ്മൾ വിചാരിക്കും, അല്ലെങ്കിൽ ഇതേപോലെ ഒരു വീഡിയോ കണ്ടാൽ കിട്ടുമെന്നൊക്കെ നമ്മൾ വിചാരിക്കും. അത് എല്ലായ്പ്പോഴും നമുക്ക് പേപ്പറിലേക്ക് എഴുതുമ്പോൾ കിട്ടിക്കോളണമെന്നില്ല. നമ്മൾ ചിലപ്പോൾ നോട്ട് എഴുതി കൃത്യമായിട്ട് വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം, ഇതേപോലെ വായിക്കേണ്ടതായിട്ടുള്ള ആവശ്യം വരും. അപ്പോൾ നമ്മുടെ എമൗണ്ട് ഓഫ് പ്രാക്ടീസ് എന്ന് പറയുന്നത് നമ്മുടെ ലേണിങ്ങിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്രാക്ടീസ്, നമ്മൾ എങ്ങനെ പഠിക്കുന്നു, കുറേ നേരം ഇരുന്ന് വായിച്ച് പഠിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ആദ്യത്തെ വട്ടം രണ്ടാമത്തെ വട്ടമൊക്കെ കഴിയുമ്പോൾ നമ്മൾ മൈൻഡ് ഔട്ടായി പോയി കഴിഞ്ഞാൽ നമ്മൾ ആ ഇതിനെ പോയിണ്ടാവും, വായിക്കുന്നുണ്ടെന്നേ ഉണ്ടാവുള്ളൂ, ചിലപ്പോൾ നമ്മുടെ മനസ്സ് അവിടെ ഒന്നും ആവില്ല. അപ്പോൾ നമ്മൾ എങ്ങനെയൊക്കെയാണ് ആ പ്രാക്ടീസിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണമെന്നുള്ളത്, കുറച്ച് നേരം ബ്രേക്ക് എടുത്ത് നല്ല ഫ്രഷ് ആയിരിക്കുമ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പിന്നെ പാർട്ട് ടു ഹോൾ ആണോ, ഹോൾ ടു പാർട്ടാണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. വലിയ ടാസ്ക് ആണെങ്കിൽ പോലും നമ്മൾ ചെറുതാക്കിയിട്ട് അതിനെ മുറിച്ച് കുറേശ്ശെയൊക്കെ ആയിട്ട് പഠിക്കുക. അങ്ങനെ നമ്മൾ പഠിക്കുന്നതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് ലേണിങ്ങിനെ ബാധിക്കും. പിന്നെ അവൈലബിലിറ്റി ഓഫ് ഇൻസെൻറ്റീവ്സ്, ഇങ്ങനെയൊക്കെ പഠിച്ച് നല്ല മാർക്ക് വാങ്ങിയിട്ടും വലിയ കാര്യമൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് പഠിക്കാൻ ഒരു ഇൻട്രസ്റ്റും ഉണ്ടാവില്ല, പഠിക്കില്ല. അപ്പോൾ നമുക്ക് എന്ത് വേണം, ഇൻസെൻറ്റീവ്സ് കിട്ടണം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പഠിക്കാൻ കുറച്ചുകൂടി നന്നാവും. അതേപോലെ നേച്ചർ ഓഫ് സെൻസറി അപ്രോച്ച്, മാക്സിമം നമ്മുടെ സെൻസസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പഠിക്കണമെന്നുണ്ടെങ്കിൽ ലേണിംഗ് കുറച്ചും കൂടെ നന്നാവും. വെറുതെ ഇങ്ങനെ ഇങ്ങനെ വായിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഓർമ്മയിൽ നിൽക്കാൻ പാടാവും. അതിൻ്റെ കൂട്ടത്തിൽ ഒന്ന് ഉറക്കം വായിക്കും കൂടിയൊക്കെ ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു നോട്ടും കൂടി എഴുതുകയൊക്കെ ആണെങ്കിൽ എന്താവും, കുറച്ചും കൂടിയൊക്കെ നമുക്ക് മൈൻഡിൽ നിൽക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ സെൻസസിനെ മാക്സിമം ഉപയോഗിക്കണം. അത് ഈ സെൻസസിന് ഉപയോഗിക്കുന്നത് എത്രത്തോളം ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ ലേണിങ്ങിനെ ബാധിക്കുന്ന ഘടകങ്ങളാണ്. അതാണ് ആദ്യത്തെ 3 ഇൻഡിവിജ്വൽ വേരിയബിൾസ്, ടാസ്ക് വേരിയബിൾസ് ആൻഡ് മെത്തേഡ് വേരിയബിൾസ്. ഇനി കോഗ്നിറ്റീവ് ആയിട്ടുള്ള ഫാക്ടേഴ്സ്. കോഗ്നിറ്റീവ് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മെൻ്റൽ പ്രോസസ്സാണ്. ഇപ്പോൾ മെമ്മറി, അറ്റൻഷൻ, പ്രോബ്ലം സോൾവിങ്, അങ്ങനത്തെ സ്കില്ലുകളൊക്കെയാണ് ഇതിനെ അങ്ങനെ മാനസികമായിട്ട് മനസ്സിനെ ബുദ്ധിപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് കോഗ്നിറ്റീവ് ഫാക്ടേഴ്സിൽ വരിക.
അടുത്തത് അഫക്റ്റീവ് ഫാക്ടേഴ്സ് ആണ്. അഫക്റ്റീവ് ഫാക്ടേഴ്സിൽ വരിക ഇമോഷൻസ്, ആറ്റിറ്റ്യൂഡ്സ്, മോട്ടിവേഷൻ, ഈ കാര്യങ്ങളൊക്കെയാണ് അഫക്റ്റീവ് ഫാക്ടേഴ്സ് വരിക. നമ്മുടെ ഇമോഷൻസ്, നമ്മൾ ചിലപ്പോൾ ഭയങ്കര ഡള്ളായിട്ടുള്ളൊരു ദിവസമാണെങ്കിൽ, അല്ലെങ്കിൽ നമുക്കൊരു കാര്യം പഠിച്ചിട്ട് മാർക്ക് കിട്ടുകയെന്നില്ല, നല്ല എഴുതിയുണ്ടാവും, മാർക്ക് കിട്ടുക എന്നിട്ടില്ലെങ്കിൽ അപ്പോൾ നമുക്ക് ഇങ്ങനെ തോന്നുമല്ലോ, എന്താ ഇപ്പോൾ പഠിച്ചിട്ട് കാര്യം, മാർക്കൊന്നും കിട്ടണില്ല, മാർക്ക് കിട്ടിയാൽ തന്നെ പഠിച്ച് നല്ല മാർക്ക് കിട്ടിയാലും ജോലി കിട്ടണില്ല, അങ്ങനെയൊക്കെ ഒരു ആറ്റിറ്റ്യൂഡ് വരികയാണെങ്കിൽ അത് നമ്മുടെ പഠനത്തിനെ ബാധിക്കും. അതേപോലെ ഒരു മോട്ടിവേഷൻ കിട്ടണില്ലെങ്കിൽ അത് നമ്മുടെ പഠനത്തിനെ ബാധിക്കുന്ന ഒരു അഫക്റ്റീവ് ഫാക്ടറാണ്. ഇനി സോഷ്യോ കൾച്ചറൽ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? നമ്മുടെ കൾച്ചറൽ ആയിട്ടുള്ള നോംസ്, സൊസൈറ്റിയുടെ എക്സ്പെക്റ്റേഷൻസ്, നമ്മളിപ്പോൾ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടുകൾ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. ചിലപ്പോൾ നമ്മുടെ പാരൻസ് ഒക്കെ നല്ല എഡ്യൂക്കേറ്റഡ് ആയിരിക്കും, പക്ഷെ നമുക്ക് അത്ര സ്കിൽ ഉണ്ടാവില്ല, പക്ഷെ നമ്മളെ എൻ്റെ മേളിലുള്ള എക്സ്പെക്റ്റേഷൻസ് ഒക്കെ നമുക്ക് ചിലപ്പോൾ ഒരു ബർഡൻ ആയിട്ട് തോന്നാം, അതിൻ്റെ ഒരു പ്രഷർ കാരണം നമുക്ക് പഠിക്കാൻ പറ്റാതെ വരിക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. സോഷ്യൽ കൾച്ചറൽ നോംസും എക്സ്പെക്റ്റേഷൻസും നമ്മുടെ മുകളിൽ വെക്കുന്ന ഒരു അങ്ങനത്തെ എക്സ്പെക്റ്റേഷൻസ് ഒക്കെ കാരണം അതൊരു ബാധ്യതയാവുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അതൊക്കെയാണ് ഈ സോഷ്യോ കൾച്ചറൽ ഫാക്ടേഴ്സിൽ ലേണിങ്ങിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് വരുന്നത്. ഇനി ടൈപ്സ് ഓഫ് ലേണിംഗ് ആണ് പറയുന്നത്. ആദ്യത്തേത് കൊഗ്നിറ്റീവ് ലേണിംഗ് ആണ്. കൊഗ്നിറ്റീവ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം, ബുദ്ധിപരമായിട്ട് നമ്മൾ പഠിക്കുക, മെമ്മറി, പെർസെപ്ഷൻ പോലെ പ്രോബ്ലം സോൾവ് ചെയ്യുന്ന ലേണിംഗ്, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. നമ്മുടെ ഹയർ ഓർഡർ, ബ്ലൂംസ് ടാക്സോണമിയിൽ വരുന്ന ഹയർ ഓർഡർ ആയിട്ട് വരുന്ന കാര്യങ്ങളൊക്കെയാണിത്. ക്രിട്ടിക്കൽ തിങ്കിങ് ഒക്കെ വരിക, പ്രോബ്ലം സോൾവിംഗ് ഒക്കെ വരുന്നതാണ് ഈ കൊഗ്നിറ്റീവ് ലേണിംഗ് എന്ന് പറയുന്നത്. അതിലെങ്ങനത്തെയൊക്കെ ലേണിംഗാണ് വരിക? വെർബൽ ലേണിംഗ് ആവാം, ഡിസ്ക്രിമിനേഷൻ ലേണിംഗ്, കൺസെപ്റ്റ് ലേണിംഗ്, പ്രിൻസിപ്പിൾ ലേണിംഗ് ആൻഡ് പ്രോബ്ലം സോൾവിംഗ്. ഇതൊക്കെയാണ് കൊഗ്നിറ്റീവ് ലേണിംഗിൽ വരിക. അടുത്തത് ബിഹേവിയർ ലേണിംഗ്. ബിഹേവിയർ ലേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബിഹേവിയേഴ്സ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. ഒബ്സർവബിൾ ആയിട്ടുള്ള ബിഹേവിയറിൽ എങ്ങനെയൊക്കെ ചേഞ്ചസ് വരുന്നു, അതേപോലെ എൻവയോൺമെൻറ്റ് എങ്ങനെയൊക്കെ ചേഞ്ചസ് കൊണ്ടുവരുന്നു, അങ്ങനെ ആ ബിഹേവിയർ ചേഞ്ചസ് വഴി നമ്മൾ ലേൺ ചെയ്യണതിനാണ് ബിഹേവിയർ ലേണിംഗ് എന്ന് പറയുക. അതിൽ വരുന്നതാണ് കണ്ടീഷനിങ്ങും മോട്ടോർ ലേണിംഗ്. കണ്ടീഷനിങ് ഒക്കെ നമ്മൾ പഠിച്ചതാണ്, ക്ലാസിക്കൽ കണ്ടീഷനിങ്ങും ഓപ്പൺ കണ്ടീഷനിങ് എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ നമ്മൾ പഠിച്ചതാണ് ലേണിംഗ് തിയറീസ് ഒക്കെ പഠിക്കുമ്പോൾ. അതുവഴി പഠിക്കുന്നതിനെയാണ് നമ്മൾ ഈ ബിഹേവിയർ ലേണിംഗ് എന്ന് പറയുക. എഫക്റ്റീവ് ലേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇമോഷണൽ ആറ്റിറ്റ്യൂഡ്, അങ്ങനത്തെ ആസ്പെക്റ്റുകളൊക്കെയാണ് ലേണിങ്ങിൻ്റെ, ആ ആസ്പെക്റ്റുകളൊക്കെയാണ് എഫക്റ്റീവ് ലേണിംഗ് എന്ന് പറയുന്നത്. അവിടെ വരുന്നതാണ് ആറ്റിറ്റ്യൂഡ് ലേണിംഗ്. ഇനി എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസുകൾ നമ്മൾ ചെയ്ത് ലേണിംഗ് ബൈ ഡൂയിങ്ങിനെയൊക്കെയാണ് എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് എന്ന് പറയുക. ഇനി സോഷ്യൽ ലേണിംഗ് ആണെങ്കിലോ ബണ്ടൂരയുടെ തിയറിയിൽ തന്നെ പറയുന്നുണ്ട്, നമ്മൾ എങ്ങനെ പഠിക്കുക, ഒബ്സർവേഷനും മോഡലിങ്ങും വഴിയും പഠിക്കുന്നതാണ് ഈ സോഷ്യൽ ലേണിംഗ് എന്ന് പറയുന്നത്. മറ്റുള്ളവരെ കണ്ടിട്ടും അവർ ഇമിറ്റേറ്റ് ചെയ്തിട്ടൊക്കെ പഠിക്കുന്നതാണ് ഈ സോഷ്യൽ ലേണിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ കൊഗ്നിറ്റീവ് ഉണ്ട്, എക്സ്പീരിയൻഷ്യൽ, സോഷ്യൽ ഉണ്ട്, പിന്നെ ബിഹേവിയറൽ ഉണ്ട്, അതേപോലെ അഫക്റ്റീവ് ഉണ്ട്. ഇത്രയാണ് നമ്മുടെ ലേണിംഗ് ടൈപ്സ് ഓഫ് ലേണിംഗ് വരുന്നത്. ഇത്രയാണ് ഈ യൂണിറ്റിൽ നമുക്ക് പഠിക്കാനുള്ളത്. വളരെ ഷോർട്ടായിട്ട് സ്പീഡിൽ പറഞ്ഞു പോയത്, ജസ്റ്റ് ഒരു റിവിഷന് വേണ്ടിയിട്ട് എല്ലാ ടോപ്പിക്സും ഒന്ന് ജസ്റ്റ് പറഞ്ഞു പോയി എന്നുള്ളതാണ്. എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്നു എന്ന് വിചാരിക്കുന്നു. താങ്ക്